നമസ്കാരം. കഴിഞ്ഞ ദിവസം UAE-യിലെ അബുദാബിയിൽ അവിടെ ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന ക്ഷേത്രം നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇവിടെ നമ്മുടെ രാമമന്ദിരം നടന്ന പോലുള്ള പ്രാണപ്രതിഷ്ഠയും മറ്റുമൊക്കെ അവിടെ നടന്നു. അതിനോട് ചേർന്ന് അവിടെ ഹൈന്ദവ രീതിയിലുള്ള മന്ത്രോച്ചാരണങ്ങൾ, പൂജാവിധികൾ, അതേപോലെ തന്നെ ഭാരത് മാതാ കി ജയ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടന്നു. ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ, ദേശീയ മാധ്യമങ്ങൾ അടക്കമുള്ളവർ മണിക്കൂറുകളോളം അത് ലൈവും മറ്റുമൊക്കെ ആയിട്ട് കൊടുത്തിരുന്നു. നിങ്ങളിൽ പലരും അത് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കുന്നുണ്ടാവാം, UAE പോലെ ഒരു അറബ് രാജ്യത്ത് മറ്റൊരു സംസ്കാരം, മറ്റൊരു വിശ്വാസം, മറ്റൊരു മതത്തിൻ്റേതായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളൊക്കെ നടക്കുന്നു. അത് വലിയ ആഘോഷമായിട്ട് നടക്കുന്നു. ഏക്കർ കണക്കിന് സ്ഥലം ഇത് നിർമ്മിക്കാൻ വേണ്ടി UAE സർക്കാർ തന്നെയാണ് കൊടുത്തത്. അവിടേക്ക് ഇതുപോലൊരു ക്ഷേത്രം വരുന്നു. ആ ക്ഷേത്രത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വന്നിട്ട് അതിൽ കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സന്നിഹിതനാവുന്നു. തുടർന്നുള്ള മന്ത്രങ്ങൾ, മന്ത്രോച്ചാരണങ്ങൾ, പൂജാവിധികൾ, ലോകം മുഴുവൻ ലൈവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെന്താ, ഈ UAE-ക്ക് ഇതെന്താ പറ്റിയത്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ചിലരെങ്കിലും ചിന്തിക്കും. പക്ഷേ ഈ UAE എന്ന രാജ്യം കുറേ കാലമായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെക്കാൾ കുറച്ചുകൂടി ലിബറലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഇവിടെ പോലും അത് എളുപ്പത്തിൽ സാധ്യമാവുന്ന പല കാര്യങ്ങളും അവിടെ സാധ്യമാവില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ഇവിടെ നിരോധിക്കപ്പെട്ട ഒരു സംഘടന നമുക്കറിയാം, PFI അഥവാ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതിന് തന്നെ മറ്റൊരു രാഷ്ട്രീയ രൂപമാണ് SDPI അഥവാ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. പേരൊക്കെ വലിയ പേരാണ്, പക്ഷേ സുഡാപ്പികൾ എന്നാണ് അവരെ പൊതുവെ അറിയപ്പെടുന്നത്. ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് UAE-യിൽ ഒരു സംഘടന, അതായത് ഇവരുടെ അവിടെയുള്ള ഒരു സംഘടന രൂപീകരിക്കാനും രജിസ്റ്റർ ചെയ്യാനും അവർ ഒരുങ്ങി പുറപ്പെട്ടു. 7 തവണയാണ് ഇത് അവിടെ നിരസിക്കപ്പെട്ടത്. അവിടുത്തെ സർക്കാർ, അവർ പല പേര് ഓരോ തവണ ഓരോ പേരിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോഴെല്ലാം അവർ അന്വേഷണ വിധേയമായി ഇതിനെ ഇവിടെ പ്രവർത്തിക്കാനുള്ള അനുമതി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിരസിക്കുന്നു. അങ്ങനെ 7 തവണ തുടർച്ചയായിട്ട് ഈ സംഘടന അവിടെ നിരസിക്കപ്പെട്ടു. മുൻപ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ്, അവിടെ ഇസ്ലാം എന്നോ മുസ്ലിം എന്നോ പേരുള്ള ചില സംഘടനകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ വർത്തമാന കാലത്ത് ഇസ്ലാം എന്നോ അല്ലെങ്കിൽ മുസ്ലിം എന്നോ പേര് ചേർത്തുകൊണ്ട് ഒരു സംഘടന അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവരതിന് അനുവദിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു സംഘടന ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യപ്പെടാം, രാഷ്ട്രീയ പാർട്ടിയായിട്ട് നിൽക്കാം, പിന്നീട് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ നിരോധിക്കും. അപ്പോഴേക്കും അവർ വേറെ പേര് മാറ്റി വേറെ സംഘടനയായിട്ട്, എന്നാൽ പഴയ വീഞ്ഞു പുതിയ കുപ്പിയിൽ എന്ന തരത്തിൽ തന്നെ അവർ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഇവിടെ സിമി ഉണ്ടായിരുന്നു, NDF ഉണ്ടായിരുന്നു, പിന്നീടൊക്കെയാണ് അതൊക്കെ മാറിയാണ് ഒടുവിൽ PFI വന്നത്. അപ്പോൾ ഓരോ സാധനത്തിനെയും നിരോധിക്കുമ്പോൾ പുതിയ രൂപത്തിൽ വരും. പക്ഷേ അവിടെ ഇതിൻ്റെ ആദ്യ രൂപമായിട്ട് തന്നെ ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല UAE പോലെ ഒരു സ്ഥലത്ത്. അപ്പോൾ അത്രമാത്രം അവർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്. മാത്രമല്ല, മറ്റ് സംസ്കാരത്തെയും മറ്റ് മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെയൊക്കെ മാനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ലോകം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇനി ഒരു പക്ഷേ വരുന്ന കാലത്ത് നമ്മൾ ഒരു സിറ്റിയിൽ നിന്ന് അടുത്ത സിറ്റിയിലേക്ക് പോകുന്ന, ഒരു ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലേക്ക് പോകുന്ന പോലെ അനായാസമായി ഒരു പക്ഷേ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകുന്ന കാലത്തേക്കായിരിക്കും ഇനി മാറാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഒരു രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടെ ഒരു സംസ്കാരം മാത്രമായിട്ടിരിക്കുകയും മറ്റു സംസ്കാരങ്ങളെയൊന്നും അടുപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അക്കാലത്തൊന്നും അത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എല്ലായിടത്തും എല്ലാ സംസ്കാരത്തിൻ്റെയും കുറച്ച് ഭാവങ്ങളൊക്കെ വരണം, എല്ലാവരും സഹവർത്തിത്വമായിട്ട് കഴിയണം, എല്ലാ മതങ്ങളും സ്നേഹത്തോടെ സഹവർത്തിത്തോടെയൊക്കെ കഴിയണം എന്ന തരത്തിലേക്ക് ആധുനിക കാലത്തെ ഭരണാധികാരികൾ ചിന്തിച്ചു തുടങ്ങിയതിന് ഒരു ഉദാഹരണമാണ് UAE പോലുള്ള ഒരു രാജ്യമെന്ന് തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് നോക്കിയാൽ ഈ ലോകത്തുള്ള സകലമാന മതങ്ങളുടെയും ഒരാളെങ്കിലും നമ്മുടെ ഇവിടെ കാണും. അത് ജൂതനാവട്ടെ, പാഴ്സി ആവട്ടെ, ജൈനനാവട്ടെ, ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യൻ്റെയും മുസ്ലിമിൻ്റെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർ വലിയ ശതമാനം തന്നെ ഇവിടെയുണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷേ ഈ മൈനോറിറ്റി ആയിട്ടുള്ള ലോകത്തുള്ള പല മതങ്ങൾ, അതായത് ഇല്ലാതായി പോകുന്ന മതങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ 1-2 പേരെങ്കിലും നമ്മുടെ ഈ രാജ്യത്ത് കാണുക. എല്ലാവരെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അത് ഒരുപാട് രാജ്യങ്ങൾക്ക് മാതൃകയായി കാണണം. അതൊക്കെ ആയിരിക്കാം ലോകത്ത് തന്നെ ചില രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം. സൗദി മാറിക്കൊണ്ടിരിക്കുന്നതിനൊപ്പം തന്നെ നമുക്കറിയാം, മുമ്പ് അവിടെ സ്ത്രീകൾക്ക്
ഒറ്റയ്ക്കൊന്നും ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ലായിരുന്നു. മാളുകളിലൊന്നും ഈ ഹിജാബൊന്നും ധരിക്കാതെ പോകാൻ പറ്റില്ലായിരുന്നു. അവിടെ ഫാഷൻ ഷോ എന്നത് നമുക്ക് സ്വപ്നം ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു. സിനിമാ തിയേറ്റർ, അതുപോലെ തന്നെ ബാറ്, പബ്ബുകൾ, ആഘോഷങ്ങൾ തുടങ്ങിയവയൊന്നും, ക്രിസ്മസ് ആഘോഷങ്ങളടക്കം ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷേ മാറിപ്പോയിരിക്കുന്നു. അവിടെ MBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പുതിയ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ കീഴിൽ വളരെ വളരെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഒഴിച്ചാൽ ആ മാറ്റം പ്രകടമാണ്. അത് വരും കാലങ്ങളിൽ മാറിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ആരും നെറ്റിച്ചുളിക്കുകയോ അത്ഭുതപ്പെടുകയോ ഒന്നും വേണ്ട. UAE പോലെ ഒരു സ്ഥലത്ത്, അബുദാബി പോലെ ഒരു ഇടത്ത് ഏക്കർ കണക്കിന് സ്ഥലം, അതും 1-2 ഏക്കറല്ല, 27 ഏക്കറാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കുക. അത്രയും സ്ഥലം മറ്റൊരു മതത്തിൻ്റെ ആരാധനാലയം നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിട്ട് അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു ഇസ്ലാം രാജ്യം. അപ്പോൾ അത്രത്തോളം ഇന്നത്തെ ഭരണാധികാരികൾ മാറിയിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇത്തരം കാഴ്ചകൾ ഇനിയും മറ്റ് അറബ് രാജ്യങ്ങളിൽ കണ്ടാലും, ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രമായിരിക്കാൻ വന്നത്, ഭാവിയിൽ അത് ക്രിസ്തീയ ദേവാലയമായിട്ട് മാറാം, മറ്റ് ദേവാലയങ്ങളൊക്കെ ആയിട്ട് മാറട്ടെ, എല്ലായിടവും മാറട്ടെ. അങ്ങനെ മനുഷ്യർ ഈ മതത്തിൻ്റെ വേർതിരിവുകളില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു ലോകം വരണം. ഇത് ഒട്ടുമിക്ക ബഹുഭൂരിപക്ഷം ആളുകളുടെ സ്വപ്നം തന്നെയായിരിക്കും, പ്രതീക്ഷയായിരിക്കും. അത്തരം ഒരു കാലത്തിലേക്ക് ഉള്ള പോക്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും അതിൻ്റെ നായകരും കൊടിയും ഉയർത്തിക്കൊണ്ട് മുൻപേ നടക്കട്ടെ എന്നാണ് പ്രത്യാശിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.